ബദൽ സംവിധാനം ഒരുക്കാതെ ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് വ്യാഴാഴ്ച രാത്രി പൊളിച്ചു തുടങ്ങിയത്. നേരത്തെ രണ്ടാമത്തെ പാതയിൽ അടിപ്പാതയ്ക്കായി കുഴിയെടുക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഗതാഗത പരിഷ്കാരത്തിന്റെ ട്രയലിന് പിന്നാലെ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശോച്യാവസ്ഥയിലുള്ള സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂർ സെന്ററിൽ ഇരുവശത്തേക്കും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൗകര്യം ഒരുക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ 3.5 മാസത്തിന് ശേഷവും സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ടില്ല. ഇവിടെ പൊടിശല്യവും രൂക്ഷമാണ്. ഗതാഗതക്കുരുക്ക് മൂലം ദേശീയപാതയിൽ മണലി പാലം വരെയും പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെയും വാഹനങ്ങളുടെ വരി നീണ്ടു. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ് ആമ്പല്ലൂരിൽ വരുന്നത്. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. 5.5 മീറ്റർ ഉയരവുമുള്ളതാണ് നിർദ്ദിഷ്ട അടിപ്പാത. TCV ന്യൂസ്, പുതുക്കാട്.